കേന്ദ്രത്തെ കടന്നാക്രമിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാജ്യത്തിന്റെ പരമാധികാരത്തെ അമേരിക്കയ്ക്ക് പണയപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് ദേശസ്നേഹം ഉച്ചരിക്കാൻ യാതൊരു അർഹതയുമില്ലെന്നും ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ ജാഥയുടെ ഭാഗമായി തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജാഥ ക്യാപ്റ്റൻ കൂടിയായ ബിനോയ് വിശ്വത്തിന്റെ രൂക്ഷ വിമർശനം. അവകാശം പോലും പൂർണ്ണമായിട്ടും പണയപ്പെടുത്തിയ ഗവൺമെന്റാണ് മോദി ഗവൺമെന്റെങ്കിൽ ആ ഗവൺമെന്റിന് ദേശസ്നേഹമെന്ന വാക്കുച്ചരിക്കുന്ന അവകാശമില്ല. ട്രംപിന് മുമ്പിൽ ഇത്രയേറെ ലജ്ജാകരമായി കമന്ന് വീണ് കാൽ നക്കാൻ പോകുന്ന ഗവൺമെന്റാണ്. ഈ നാണം കെട്ട കിഴടമലിന് വേണ്ടിയാണെങ്കിൽ എന്തിനാണ് ഒരാൾക്ക് 56 ഇഞ്ച് നെഞ്ചളവ്? അമേരിക്കയുടെ മുമ്പിൽ ഇത്രയേറെ നാണം കെട്ട പരാജയം സമ്മതിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത്രയും നീളമേറിയ നാക്കെന്തിനാണ്? ബജറ്റിലും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് കേന്ദ്രത്തിന്റേത്. ഫെഡറലിസം ലംഘിച്ച് എല്ലാ അധികാരവും കൈയടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. LDF ഭരിക്കുന്നത് കൊണ്ടുള്ള വെറുപ്പും ഭയവുമാണ് കേന്ദ്രത്തിനെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയമായ വൈരാഗ്യം മൂത്ത BJP ഗവൺമെന്റ് ഇടതുപക്ഷം ഭരിക്കുന്ന അവർക്ക് വെറുപ്പും ഭയവുമുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനെ ആ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് മാത്രം ഇന്ത്യയുടെ പോലും ഭാഗമായി കാണാൻ കൂട്ടാക്കുന്നില്ല എന്നാണ്. ഇത് ഫെഡറലിസത്തിന്റെ ലംഘനമാണ്. ബജറ്റ് വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരും മറുപടി പറയണമെന്ന് പറഞ്ഞ അദ്ദേഹം സുരേഷ് ഗോപിയെ തമാശക്കാരനെന്ന് പരിഹസിക്കുകയും ചെയ്തു. അദ്ദേഹം ചിരിപ്പിക്കുന്ന ആളായി മാറി. BJPയുടെ MP ആയപ്പോൾ അദ്ദേഹത്തിന് തമാശക്കാരനുമായി. അദ്ദേഹം പറയണമെന്നും ബാക്കിയില്ല തമാശകൾ. തമാശാ പരമ്പരയ്ക്ക് സമ്മാനമുണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കും. 2 മന്ത്രിമാരുണ്ട് ഇവിടുന്ന്. നാക്കും മൂക്കുമില്ലാത്ത, അവിടെ ഒരു വാക്ക് പോലും മിണ്ടാൻ കെൽപ്പില്ലാത്ത ആ നിസ്സഹായതയെ ഇത്തരം വാചകം വഴി മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഇത്രയും മന്ത്രിമാരും MPമാരും എന്തിനു വേണ്ടിയാണ്? LDFനെതിരെ BJPയുമായി കൈകോർക്കലാണ് UDF സംസ്ഥാനത്ത് നടത്തുന്നത്. LDFനെ രാഷ്ട്രീയമായി ചെറുക്കാൻ UDFന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള നിയമസഭയിലെ UDFന്റെ സമീപനം. UDF സാമ്പത്തികമായും ആശയപരമായും വലതുപക്ഷ BJPയുടെ പതിപ്പാണ്. വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയെ പറ്റി ചിന്തിക്കുന്ന പാർട്ടിക്ക് നെഹ്റുവിന്റെ വഴിയിൽ പോകുന്ന പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് ഈ അളവോളം BJPയുടെ കാൽ നക്കാൻ പോകാൻ പാടില്ല. രാഷ്ട്രീയമായിട്ട് LDF ചെറുക്കാൻ ഒരു വഴിയും കാണുന്നില്ല. അതുകൊണ്ട് UDF ഇപ്പോൾ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ പരിഹാസ്യമായ രാഷ്ട്രീയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനാൽ ജനങ്ങളെ നേരിടാൻ LDFന് ഭയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി തുറന്ന കണ്ണോടെ പഠിച്ച് മുന്നോട്ട് പോകും. LDFന് തുടർഭരണം ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾക്ക് ഉറപ്പാണ് ജനങ്ങൾ ഞങ്ങളുടെ കൂടെയായിരിക്കും. നിസ്സംശയം ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നു. അടുത്ത ഊഴവും LDFന്റേതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജാഥ സെക്രട്ടറി M സ്വരാജ്, കക്ഷി നേതാക്കളായ CS സുജാത, അഡ്വക്കേറ്റ് P വസന്തം, യൂജിൻ മൊറേലി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.